സാർ നമസ്കാരം. MD സാറിനെ വായിക്കാത്ത മലയാളികളില്ല. എൻ്റെയും ബാല്യകൗമാരങ്ങളെ സമൃദ്ധമാക്കിയ കാലഘട്ടം കാലവും തുടങ്ങിയുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ കഥകളാണ്. സിനിമയിലേക്ക് എത്തിയപ്പോഴും ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ MD സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ള ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുള്ളത് തന്നെയാണ്. പക്ഷെ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. അതിന് കാരണക്കാരനായത് സദയത്തിൻ്റെ നിർമ്മാതാവായ അതിനുള്ള അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം നിർദ്ദേശിച്ച ജൂലിയസ് സീസർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവും ഉണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷെ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MD സാർ തന്നെയാണ് നിർദ്ദേശിച്ചത്, നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സദയത്തിലേക്ക് എത്തുന്നത്. സദയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴും സാർ വരാറില്ല, പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ കാണാനുണ്ട് അദ്ദേഹം എത്തിയപ്പോൾ. അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെ പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങൾ നല്ലൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സംരക്ഷണം നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.